ഹലോ ഗായ്സ്, ഈ ആദിലയൊക്കെ എന്ത് പേരിട്ടാണ് ഗായ്സ് വിളിക്കേണ്ടത്? നമ്മൾ ഈ വളരെ സ്നേഹത്തോടു കൂടി ആദിലയും നൂറയെന്ന് പറയുന്ന ഈ പെൺപിള്ളേരെ നമ്മൾ പൂമ്പാറ്റകളെന്നൊക്കെ വിളിച്ചു. പക്ഷേ അവർക്ക് ആ പേര് ഒരു കാരണവശാലും ചേരില്ല ഗൈസ്. അവരുടെയൊക്കെ യഥാർത്ഥ സ്വഭാവം എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞു. എനിക്ക് വിഷമം എന്നുള്ള പേരൊന്നുമല്ല, വട്ടച്ചൊറികൾ, ഈ ചൊറിഞ്ഞ് കുഞ്ഞു കുരുവൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ചൊറിഞ്ഞ് വലിയ വലിയ വ്രണമാക്കി ലാസ്റ്റ് അത് വലിയ മുട്ടൻ വട്ടച്ചൊറി പോലെ ആവത്തില്ല. എപ്പോഴും ചൊറിഞ്ഞ് പഴുപ്പും അതും ഇതൊക്കെ ആയിട്ട് ചൊറിഞ്ഞിരിക്കുന്ന ആ വട്ടച്ചൊറികൾ. ആ വട്ടച്ചൊറിയെന്ന് എനിക്ക് ആദിലേ പറയാൻ പറ്റൂ. നൂറെ പറയണമെന്ന് വെച്ചാൽ നൂറ് അതിന് സപ്പോർട്ടാണ്. ആദിലയ്ക്ക് ഫുള്ളി സപ്പോർട്ട് പോലെയാണ് നൂറ. ഇങ്ങനെ ഹ ഹ ഹ ഹ എന്നും പറഞ്ഞിട്ടൊരു ഭയങ്കര ഒരുമാതിരി കടകടാന്നുള്ള ചിരിയും അതൊരുമാതിരി ഇല്ല, എന്താ പറയണം, മറ്റുള്ളവരെ കളിയാക്കുന്ന രീതിയിൽ, എന്നാൽ ഞാനൊന്നും ഇല്ല എന്നുള്ള രീതിയിലുള്ളൊരു ഭാവം. എന്നിട്ട് ഈ ആദിലയെ കൊണ്ട് ചെയ്യിക്കുന്ന പോലെ ആദിലയാണെങ്കിൽ മഹാ അഹങ്കാരി. ലോകം ഇങ്ങനെയുണ്ട്. നമ്മൾ റെനയാണ് ഡിസ്റെസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ അത് പിന്നെ അവൾ 18 വയസ്സുള്ള ഒരു പെങ്കൊച്ചായിരുന്നെന്ന് പറയാം. പക്ഷേ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മഹാവൃത്തികെട്ട സാധനങ്ങൾ. ഈ ലാലേട്ടൻ വന്ന് വലിയ കാര്യത്തെ പറയുന്നുണ്ട്, നിങ്ങൾ കയറ്റിയില്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റിക്കോളാമെന്ന്. ഇതുങ്ങളെയൊക്കെ വീട്ടിൽ കയറ്റുന്ന ലാലേട്ടാ, വീട്ടിൽ കയറ്റുമ്പോഴേ ഒന്ന് പറഞ്ഞിട്ടൊക്കെ ഞങ്ങളോടൊക്കെ ഒന്ന് പറയണേ. നിങ്ങൾ ചുമ്മാ അതങ്ങ് പറഞ്ഞിട്ട് പോയാൽ പോരാല്ലോ. കാരണം ഇതുങ്ങളെയൊക്കെ വീട്ടിൽ കയറ്റുക എന്ന് പറഞ്ഞാൽ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെയൊക്കെ സ്വന്തം വീട്ടുകാർ പോലും കയറ്റാത്തത് ഇതിൻ്റെയൊക്കെ സ്വഭാവ മഹിമ കൊണ്ടാണ്. ഇതിൻ്റെയൊക്കെ പഴയകാല വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അന്തം വിടും. മാതാപിതാക്കളെ എത്രമാത്രം മോശമായിട്ടാണ് ഈ പെൺപിള്ളേർ പറഞ്ഞിരിക്കുന്നത്. വളരെ മോശമായിട്ട്. ഇത്രയും നമ്മളെ ഒന്നുമില്ലെങ്കിലും 10-20 നമ്മളെ പഠിപ്പിക്കാൻ പറ്റുന്ന അത്രയും പഠിപ്പിച്ച് നമ്മളെ പിന്നെ 10-20 വയസ്സിൽ 23 വർഷമല്ലേ അയാൾ ഒരുമിച്ച് ചേർന്നിട്ട് 10-20 ഇത്ര 26 വയസ്സങ്ങാനുണ്ട്, 25-26 വയസ്സുണ്ട്. 10-22 വയസ്സ് വരെങ്കിലും പഠിപ്പിച്ച് അവർ വളർത്തിയില്ലേ? ഒരു ശതമാനം പ്രസവിച്ച് പാലൂട്ടി തന്നിട്ട് പ്രസവിച്ച് പാല് തന്ന് ഒരു കൈക്കുഞ്ഞുങ്ങൾ കഴിഞ്ഞ നടക്കാനുള്ള പ്രായം വരെയെങ്കിലും വളർത്തിയ ഒരു നന്ദിയുണ്ട്. മാതാപിതാക്കളുടെ നന്ദി വേണ്ടേ? അവരെ എന്തുമാത്രം മോശമായിട്ടാണ് പറയുന്നത്. അപ്പോൾ പിന്നെ ഹൗസിൽ വന്ന അനീഷിനെയും മറ്റുള്ളവരെയും പറയുന്നതിനെ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ? ഇത്രയും വിഷങ്ങൾ വട്ടച്ചൊറിയായിട്ടുള്ള ഈ പിള്ളേരെ നമ്മൾ സപ്പോർട്ട് ചെയ്തെന്ന് ആലോചിക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ റിഗ്രറ്റ് ആവുകയാണ്. അത് ലാലേട്ടൻ വന്ന് എന്നിട്ട് നോർമലൈസ് ചെയ്യണത് നാണമില്ലേ ലാലേട്ടന് പറയാനായിട്ട്? ഇവർക്കൊക്കെ പറയാനല്ല, ഞാൻ ഇങ്ങേരോട് ചോദിക്കുകയാണ്, ഇങ്ങേർക്ക് ഇതിനെക്കുറിച്ച് എന്തറിയാം? നോർമലൈസ് ചെയ്യണം. കൊച്ചു പിള്ളേർ പോലെ ഇപ്പം പെണ്ണും കൂടി കല്യാണം കഴിക്കുക, ആണോട് കല്യാണം കഴിക്കുക, എന്നിട്ട് അവിടെ അങ്ങ് പിന്നെ ലിപ്പ് വെച്ചിട്ട് രണ്ടുപേരും ചുണ്ട് വെച്ചിട്ട് ഉമ്മ കൊടുക്കുന്ന കളിക്കുന്നു. ഇതൊക്കെ കുട്ടികൾ വരെ കാണുന്നതാണ്. എന്താണ് ലക്ഷ്മി പറഞ്ഞതിന് അർത്ഥം? പിന്നെ ലക്ഷ്മി സ്റ്റാൻഡ് മാറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ലക്ഷ്മിക്ക് പുറത്ത് പേടിയാണ്. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ലക്ഷ്മി പറഞ്ഞ സ്റ്റാൻഡ് കറക്റ്റായിരുന്നു. അതിൽ തന്നെ പോകണമായിരുന്നു. നമ്മളൊക്കെ അത് തന്നെയാണ് പുറത്തിരുന്ന് പറയുന്നത്. നമുക്കൊന്നും ഒരിക്കലും എല്ലാവരും പിന്നെ ഈ ലാലേട്ടൻ പറയുന്ന എല്ലാവരും അങ്ങ് അംഗീകരിക്കണമെന്ന് പറയാൻ പുള്ളിയാരാ ഇതൊക്കെ പറയാൻ? നമുക്ക് നമ്മളുടേതായ സ്റ്റാൻഡില്ലേ? അവരെ ഒരിക്കലും നോർമലൈസ് ചെയ്യാനായിട്ട് പറ്റില്ല. എത്രയോ രാജ്യങ്ങളിലാണെന്നറിയാം ഇങ്ങനെയുള്ള ഇതിനെ ബാൻ ചെയ്തിരിക്കുന്നത്. ഇവരൊക്കെ എന്താണ് നോർമലൈസ് ചെയ്യുന്നത്? ഇത് പ്രകൃതി നിയമമാണ്. ഇത് പ്രകൃതി വിരുദ്ധതയല്ലേ? പ്രകൃതി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകൃതി ആണും പെണ്ണുമായിട്ട് ചേർന്നിട്ട് പ്രൊഡക്ഷൻ സന്തോന ഉൽപ്പാദനം. കാരണം മനുഷ്യരാശി നിലനിൽക്കണമെങ്കിൽ ആണും പെണ്ണുമായിട്ട് ചേർന്നുള്ള ലൈംഗിക പ്രക്രിയകൾ നടക്കണം. അത് അല്ലാതെ പിന്നെ പെണ്ണും പെണ്ണുമായിട്ട് ആണുമായിട്ട് ചെയ്യുന്നത് പ്രകൃതി വിരുദ്ധതയാണ്. ഈ പ്രകൃതി വിരുദ്ധതയാണ് ഇത്രയും കൂടുതൽ ലാലേട്ടനൊക്കെ. നിങ്ങളാരാണ് പറയുന്നത്? നാണമില്ലേ? തോന്നിയ ദിവസം പറയുന്നത് മറ്റാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ ഷൗട്ട് ചെയ്യുന്ന ഇദ്ദേഹത്തിന് ഒരു നാണക്കേടും തോന്നുന്നില്ലെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും ഞാൻ അത് കൂടുതൽ പറയുന്നില്ല. കൂടുതൽ പറയാനുള്ള വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. കാരണം നമ്മളെ മുഖം കാണിച്ച് വേണമല്ലോ പറയാൻ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുഖം മറച്ചു വെച്ച് പറയേണ്ടതല്ല, മുഖം കാണിച്ച് തന്നെ നമ്മുടെ നിലപാടുകൾ അറിയിക്കണം. എന്തായാലും പാത്രം കഴുകുന്നതായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നടന്ന പ്രശ്നങ്ങൾ വീണ്ടും ആദില വന്നപ്പോഴത്തേക്ക് വീണ്ടും തലപൊക്കി. ക്യാപ്റ്റൻ നമ്മുടെ വെസൽ ടീം ക്യാപ്റ്റൻ ഇപ്പോഴും അനീഷ് തന്നെയാണ്. അനീഷിൻ്റെ ടീമിലെ ഒരു മെമ്പറാണ് ആദില. പാത്രം കഴുകത്തില്ല എന്നുള്ള വാശിയാണ്. എന്നിട്ട് അടുത്ത് വന്നിരുന്ന അങ്ങ് ചൊറിയുവാണ് അനീഷിനെ. എന്തിനാണ് ഒരു മനുഷ്യനെ ഇങ്ങനെ ചൊറിയുന്നത്? അതുപോലെ തന്നെ മണ്ടൻ, മരക്കഴുത, ഇവർക്ക് ഒരു ചെറിയ കോമൺ സെൻസ് പോലെ അല്ല. സ്വന്തം മാതാപിതാക്കളെ മോശമായിട്ട് പറയുന്ന, അല്ലെ സ്വന്തം മാതാപിതാക്കളെ തെറി വിളിക്കുന്ന ഇവളുമാർക്കൊക്കെ എന്തോ ഒന്ന് മര്യാദയല്ലേ? നമ്മൾ അത്രയും തന്നെ ചിന്തിച്ചാൽ മതി. ഇവളെയൊക്കെ നമ്മൾ പൊക്കി പിടിച്ച് നമ്മളെ ആദ്യം എന്ത് പറയുന്നത് മുക്കാൽ കിട്ടി അടിക്കണം. ഇവളെയൊക്കെ പൊക്കി പിടിച്ച് ഇത്രയും വരെയൊക്കെ 50 ദിവസം വരെയൊക്കെ കൊണ്ട് നിർത്തി നമ്മളെയാണ് ആദ്യം അടിക്കേണ്ടത്. ഇവളൊക്കെ എന്തുമാത്രം നെഗറ്റീവായിട്ടായിരിക്കും ഇനി പുറത്തേക്ക് പോകുന്നതെന്ന് ആലോചിക്കുമ്പോഴാണ്. കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ്, ഒരാളെ പുറത്താക്കണം. ഏതെങ്കിലും ഒരാളവിടെ നിൽക്കട്ടെ, ഒരാളെ പുറത്താക്കണം. ഒരാളുടെ കളി അതിലെ ഒരിക്കലും അവിടെ നിർത്താൻ പാടില്ല. കാരണം അതിലെ വട്ടച്ചൊറിയുടെ അങ്ങേറ്റത്തെ ചൊറി എന്തെങ്കിലും അതുമാണ് മഹാവേഷം. കട്ടപ്പ എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ കട്ടപ്പ നല്ലവനായ ഒരു മനുഷ്യനായിരുന്നു. കട്ടപ്പയെന്ന് നമുക്ക് വിളിക്കാൻ പറ്റത്തില്ല. പിന്നിൽ നിന്ന് കുത്തുമെന്ന് മാത്രമല്ല, മുമ്പിൽ നിന്നും കുത്തും. അത്രയ്ക്ക് വൃത്തികെട്ട സ്വഭാവം. ഒരാളെയും റെസ്പെക്റ്റ് ഇല്ല. ഞാനെന്ന അഹംഭാവമാണ്. കാരണം ലാലേട്ടൻ അതും കൂടി പറഞ്ഞപ്പോഴത്തേക്ക് അവൾക്കങ്ങ് അഹംഭാവമാണ്. ഞാൻ ഏതാണ്ട് വലിയ സംഭവമാണ്. ഇപ്പോൾ രണ്ടുപേരും
നോമിനേഷനിലുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് പിന്നെ പുറത്തേക്ക് പോയില്ല. അപ്പോൾ വിചാരിക്കുന്ന ജനങ്ങളെല്ലാം എൻ്റെ കൂടെയാണ്, ഞാൻ ഈ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് ഇങ്ങ് ഇഷ്ടമാണെന്ന്. എന്തൊരു മിഥ്യാധാരണയാണ്. കാരണം നോമിനേഷനിൽ ഒരേ ഒരാൾക്കാരല്ലേ പറ്റൂ, ഒരേ ഒരാളിനല്ലേ പുറത്താക്കാൻ പറ്റൂ. അവർ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ആദിലെ പുറത്താക്കുമായിരുന്നു. പക്ഷേ ഈ ബിഗ് ബോസ് ഹൗസ് തീർച്ചയായിട്ടും ഇവർക്ക് സപ്പോർട്ടാണ്. കാരണം ഇന്ന് രാത്രി ഇപ്പോൾ പാതിരാത്രിയിൽ ആ ചെറുക്കനെ പിന്നെ മുഖത്തെല്ലാം ഉറങ്ങിക്കിടക്കുന്ന 2-2.5 മണിക്ക് ഉറങ്ങിക്കിടക്കുന്ന ഒരാളിൻ്റെ മുഖത്തേക്ക് പേസ്റ്റും അതും ഇതും എല്ലാം കൊണ്ടൊഴിക്കുന്നത്. ഇവർക്ക് എന്തോന്നിൻ്റെ സോക്കേടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവർക്ക് വേറെ വല്ല പരിപാടിയും എനിക്കറിയത്തില്ല എന്തോ. കാരണം അവിടെ ഇരുന്ന് രാത്രി ഇതൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ, വളരെ മോശമായിട്ട് ഇവർക്കൊക്കെ അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അതിൻ്റെയാണ്. അയ്യോ, അപാര വൃത്തികെട്ട ഈ വൃത്തികെട്ട ജന്മങ്ങളെ പ്രസവിച്ച് പോയെന്ന് ആലോചിച്ച് മാതാപിതാക്കൾ ഇപ്പോൾ ഖേദിക്കുന്നുണ്ടാവും സത്യം. കാരണം അവരെ ഞാനും കൂടി വഴക്ക് പറഞ്ഞു, നിങ്ങൾ 2 കൈ നിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്വീകരിക്കണം. ഒരിക്കലും സ്വീകരിക്കില്ല. ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും വീട്ടിൽ കയറ്റരുത്. ഞാൻ എൻ്റെ മോൻ ഇങ്ങനെയാണെങ്കിൽ അവനെ ഞാൻ ഒരിക്കലും കയറ്റില്ല. കാരണം അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. ആ പോയ വഴി പോവും. കാരണം നമുക്ക് പ്രസവിച്ച് പോയത് കൊണ്ട് നമ്മൾ അപമാനിതരാകുവാണ് ഇങ്ങനെയുള്ള ആൾക്കാർ. ഇവരെയൊക്കെ സമൂഹത്തിൽ നിന്ന് പിന്തള്ളണവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ അംഗീകരിക്കാതെ തന്നെ ഇരിക്കുക. അവരെ പറഞ്ഞ് മനസ്സിലാക്കാനും ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാനും ഒക്കെ ശ്രമിക്കുക. അത് നടന്നില്ലേ അവരെ വഴിക്ക് വിടുക. അവരായി അവരെ പാടായി. അത് തന്നെയാണ് മറ്റവരും ചെയ്തേക്കുന്നത്. അവരായി അവരെ പാടായി. ഒന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല. തിരിച്ച് ഞാൻ ആ മാതാപിതാക്കളെ ഇവരെ തിരിച്ചെടുക്കണമെന്ന് പറഞ്ഞാൽ മാതാപിതാക്കളുള്ള എൻ്റെ വാക്ക് ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നത്. കാണിച്ചു കൊടുക്കുന്നില്ല. ഒരു പയ്യൻ കിടന്ന് ഉറങ്ങുന്നത് രാത്രി 2 മണിയായി. ഈ 2 മണിക്ക് അവൻ്റെ മുഖത്തൊക്കെ പേസ്റ്റോ സാധനങ്ങളോ എന്താണ്ടൊക്കെ കൊണ്ട് ഒഴിച്ചു വയ്ക്കുന്നത്. ഈ പെണ്ണുങ്ങളെയാണ്, ഈ പെൺപിള്ളാരെയാണ് ഇത് ചെയ്തതെങ്കിൽ, ഈ ആദിലയായ നൂറയാണ് ഇത് ചെയ്തതെങ്കിൽ അവരിത് സഹിക്കുമോ? അല്ല ഞാൻ ചോദിക്കുക. എന്നിട്ട് അവർ മറ്റുള്ളവരുടെ തലയിലേക്ക് അക്ബറിൻ്റെ മുഖത്ത് ഒഴിച്ചെന്ന് തോന്നുന്നു. അക്ബർ എഴുന്നേറ്റ് പറയുന്നിട്ട് അനുമോളെ, ഈ നൂറാന്ന് പറയുന്ന പെണ്ണ് വിളിച്ചു പറയുന്നു, അനുമോളെ ഉറങ്ങുന്നവരെ ശല്യപ്പെടുത്തരുതെന്ന്. അനുമോള് ഞെട്ടി ഉണന്ന് എന്തോ അത് നോക്കുന്നു. ഇതാണ് സംഭവിച്ചത്. കാരണം ഒരാൾ ചെയ്ത കുറ്റം മറ്റൊരാളുടെ ദേഹത്തേക്ക് പെടലിലേക്ക് വെക്കുവാണ്. ഇത്രയും വൃത്തികെട്ട പിള്ളേർ ലോകത്തോടെ ഉണ്ടാവില്ല. ഇതിനെയൊക്കെ ഔട്ടാക്കി കളയണം ഗൈസ്. അല്ലാണ്ട് പിന്നെ വേറെ ഒരു മാർഗ്ഗവും ഇല്ല. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നതായിരിക്കും. ബൈ.